അല്ല, എൻ്റെ കൂട്ടിയിട്ടുണ്ടായ അമ്മ എന്തിയേ? അമ്മ ഒച്ചയിലൊക്കെയുള്ള ഇവിടെ ദൈവമേ, ഇവിടെ ഇനി ഓരോരുത്തർ എന്നോട് ഓരോ ചോദ്യം വന്ന് ചോദിക്കുമ്പോൾ ഞാൻ എങ്ങനെ ആൻസർ പറയും? പഠിക്കുന്നുണ്ട്. നമ്മളിവിടെ മാർക്കിൻ്റെ കാര്യം നിലവിൽ നോക്കും. നമ്മളിവിടെ കല്യാണം കൂടെ വന്നില്ല. അല്ല, ആൻറ്റീൻ്റെ മോൾക്ക് എത്രയാ മാർക്ക്? ഞാൻ അങ്ങോട്ടൊന്ന് പോയാ. ശരി. ഓരോന്ന് വന്നിട്ടുണ്ടേ മനുഷ്യനെ മാർക്കും ചോദിച്ച് കല്യാണത്തിൻ്റെ അടുത്ത്. പക്ഷെ എന്നാലും ഈ അമ്മ അവിടെ പോയി ഇങ്ങനെ ഓരോരുത്തർ ഓരോ ചോദ്യം വന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആകെപ്പെടുവാണല്ലോ. അല്ലെ അമ്മ എവിടെയെങ്കിലും വിളിച്ചിട്ട് പോയാന്. ഞാൻ ഇപ്പം ഫോട്ടോ മോളെ എടി ഇങ്ങോട്ട് വാടി, സ്റ്റേജിൽ ഫോട്ടോ എടുക്കാം. ഞാനില്ലേ വിളിക്കും. പറയുന്നേടി ഞാൻ തന്നെ ചെറുപ്പത്തിൽ കാണാൻ തുടങ്ങിയില്ലേ. വാടി സ്റ്റേജിൽ കയറി ഫോട്ടോ എടുക്കുക. വാ മോളെ. പിന്നെ പറയില്ല കൊച്ചേ. വാ എടി, ഞാൻ വിളിക്കുന്ന കേൾക്കുന്നില്ല നീ. എന്നാ ശരി. അമ്മേനെ എപ്പോഴെങ്കിലും ഒന്ന് കണ്ടു കിട്ടില്ല. ഇവിടെ നിൽക്കുമായിരുന്നോ? മോളെ ഏത് വീട്ടുകാരെ? പെണ്ണിന് വീട്ടാണോ സെക്കൻഡ്? അതെ. മോളെ എൻ്റെ കഥ പറയുകയാണെങ്കിൽ എന്തൊരു ബുദ്ധിമുട്ടാന്ന് പറയാം മോളെ. നമുക്ക് അറിയണം ഇതൊക്കെ. അങ്ങോട്ട് പോന്നോ? എന്നാ ഓക്കെ, ഞാൻ അങ്ങോട്ട് പോകാം. അമ്മനെ കണ്ടാ പറഞ്ഞു. അമ്മ എവിടെയെങ്കിലും കണ്ടോ? ഞാൻ കുറെ നേരം നോക്കുന്നു. മോളമ്മേനൊന്നും കണ്ടില്ലല്ലോ. എന്നാ ഞാൻ അങ്ങോട്ട്. ശരി മോളെ, പിന്നെ കാണാം. അല്ല മോള് വേണം, ഞാൻ പോയിപ്പോ. ശരി. ഇത് പണ്ടാരാണ്. ഇത് കല്യാണത്തിനിരുന്ന എനിക്ക് വരെ ഇഷ്ടമില്ലാത്ത കുറെ ആൾക്കാരെന്തൊക്കെ ചോദിച്ചു. ഇത് വീടല്ലാന്ന് ഞാൻ മറന്നു പോകുന്നത് എന്തുകൊണ്ടാ? ശരിയാ. വീട്ടിലേക്ക് പാട്ടാ. അമ്മ ഞാൻ അറിയോ എന്നെ ഇവിടെ ഒറ്റക്കാക്കിയിട്ട് ഇവിടത്തേക്കാ പോയത്. ചേച്ചിയാണെങ്കിൽ കല്യാണത്തിന് ഫോട്ടോ എടുക്കാൻ വേണ്ടി വിളിച്ചോണ്ടിരിക്കും എന്നെ. ഞാൻ എങ്ങനെ അവിടെ പോയി നിൽക്കും ഒറ്റയ്ക്ക്? പോയിക്കൂടായിരുന്നോ? പിന്നെ അതാ ആൻറ്റി വന്നിട്ടുണ്ടല്ലോ മാർക്കിൻ്റെ കാര്യം ചോദിക്കുന്നു. ഇപ്പം ഏതൊരു ചേച്ചി വന്നിട്ട് എന്നോട് ഏത് വീട്ടുകാരാ മറ്റേതെന്നാ മറിച്ചതെന്നൊക്കെ വന്ന് ചോദിക്കുക. ഞാനിവിടെ ഒറ്റപ്പെട്ട് നിൽക്കുക. അപ്പച്ച കമൻറ്റ് ഫ്രണ്ട്സ് ഫോട്ടോ എടുക്കാൻ ഞാൻ അവരെ വിളിക്കാം. നമുക്ക് ഫോട്ടോ എടുക്കാൻ പോവാ. സ്റ്റേജിലൊക്കെ ഇങ്ങനെ അമ്മ ഞാൻ ഇല്ല അമ്മ പ്ലീസ്. നമുക്ക് സ്റ്റേജിൽ ഭയങ്കര പ്രശ്നം. ഒന്ന് നിന്നിട്ട് പോയാൽ മതി ഊട്ടി. വേഗം വാ, ചേച്ചി അവിടെ വിളിച്ചുകൊണ്ടിരിക്കുക നമ്മളെ. എന്തോ കളിക്കുന്നേ വന്നേ. ഞാൻ നല്ല നുള്ളു കിട്ടും. പിന്നെ വാടി വാ. എൻ്റെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ട് ഞാൻ അവരെപ്പം ഇങ്ങനെ നിന്നേനെ. ഇതിപ്പോൾ ആരുള്ളതാണ്. ഞാൻ ഇപ്പം എങ്ങനെയമ്മ? എന്നാൽ ശരി, ഞാൻ വരാം. നല്ല കുട്ടി വാ. നല്ലടി ഇതെന്തുവാ? ഒന്നൊന്നും മിണ്ടാതിരി. ഫോട്ടോ ഒന്നും എടുക്കാൻ അറിയത്തില്ല അമ്മ. ശരി എന്നാ വാ. ചേച്ചി എന്നാ പോട്ടെ. അമ്മ പോയാലോ? അമ്മൻ്റെ ഉള്ളക്കിൻ്റെ ഒരു ഫ്രണ്ട്സ്, അവരോട് വേണമെങ്കിൽ എങ്ങനെയെങ്കിലും പോകാൻ പറ. ഓട്ടോ വരും പോയേ. ഞാൻ ബസ്സിനടുത്ത്. അമ്മ ബസ്സിനാണ് സുഖം. ആൻറ്റിമാർ ഇവരൊക്കെ എന്തിനാ അമ്മ കൂട്ടുന്നേ? നമ്മൾ ആരാ ഇപ്പോഴത്തെ ഡ്രൈവറോ? ഓട്ടോ ഒരു പ്രൈവറ്റ് ബസ് ആക്കരുത്, മനസ്സിലായോ? അത് ഓർക്കണം. വണ്ടിന്നാ അന്നമ്മേനെ ഒരു കല്യാണത്തിന് ഇവർ ഫ്രണ്ട്സിനൊക്കെ കൂട്ടി പോയതിന് ശീലം ഇപ്പോഴും മറക്കില്ല. ഇന്ന് വണ്ടിയിൽ നിന്നായിരുന്നു കലകല. അവിടുത്തെ ഡ്രൈവർ വരെ നോക്കുന്നുണ്ടായിരുന്നു എന്താ ഈ ഒച്ചപ്പാട്. ആൾക്കാർ തിരിച്ച് നമ്മളിൽ നോക്കുന്നുണ്ടായത്. നമുക്കൊരു കാര്യം സത്യം പറഞ്ഞാൽ ഞാൻ ഈ കല്യാണത്തിനൊന്നും വരാത്ത ഇവരൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ വന്നേനെ. എൻ്റെ ഫ്രണ്ട്സ് ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ ഞാൻ വന്നേനെ.
ശരി നമുക്ക് പോവാം. ചേച്ചി ചേച്ചി ഒന്ന് അങ്ങനത് ചേച്ചി ചേച്ചി ഓ ശരി എന്നല്ലേ വാമ്മ. ആൻറ്റി ആൻറ്റി നമ്മൾ നേരത്തെ കണ്ടായിരുന്നല്ലോ അല്ലേ? ആ അതെ അതെ. ആൻറ്റീൻ്റെ മോളെ മാർക്ക് പറഞ്ഞില്ല? പറയത്തില്ലല്ലേ? എന്നാൽ പറഞ്ഞേക്കില്ല, എനിക്ക് മോണക്കേടാണ്. ക്ലാസ് തുടങ്ങിയല്ലോ. കഴിഞ്ഞ വർഷത്തെ മാർക്ക് ഫാസ്റ്റ് ഈസ് ഫാസ്റ്റ് ആണോ ആൻറ്റി? ആൻറ്റിക്ക് ഇപ്പോഴും ഇത്ര ന്യൂജൻ പോലെയൊക്കെ നിന്നിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാതെ ഭയങ്കര മോശം. തുടങ്ങി ആൻറ്റി, നമ്മൾ പോവാൻ നിൽക്കുകയാണേ. പറയണ്ടായിരുന്നു. അല്ല അങ്ങനെയല്ല ആൻറ്റി, കുറേ അമ്മേൻ്റെ ഫ്രണ്ട്സൊക്കെ വരുന്നുണ്ട്, അതുകൊണ്ട് നമ്മൾ ഒറ്റയ്ക്ക് പൊയ്ക്ക് വേണം. ആൻറ്റി വരാൻ വേണ്ടി പിടിച്ച് പൊയ്ക്കോട്ടോ. എത്ര ആൾക്കാർ നമ്മളോട് മാറി ചോദിക്കാൻ പറ്റത്തുള്ളൂ? അങ്ങനെ വേണ്ടത്. ആൻറ്റി ഞാൻ ഒരു കാര്യം പറയാം, ഇനി എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ ഇനി അങ്ങനെ മാർക്കിൻ്റെ കാര്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസം എന്തിനാ ഇനി മാർക്കിൻ്റെ കാര്യം ചോദിക്കേണ്ട ആവശ്യം? മാർക്കിൻ്റെ കാര്യം എന്തായി, സ്കൂളിൻ്റെ CBSE ആണോ കേരളയാണോ മറ്റേതാണോ മോളെ ഡ്രസ്സ് ഇട്ടേക്കുന്നേ വെച്ച് കമ്മലിട്ടാൽ പോലും ആൻറ്റി ഇപ്പോൾ പറയില്ലേ അവനെ ഞാൻ മറച്ചു വെച്ചിരിക്കുന്നത്. ഇനി ആൻറ്റി എന്നെപ്പറ്റി എന്തെങ്കിലും ഒന്ന് നല്ലതല്ലാണ്ട് വേറെ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാലാണ് കഴിച്ചോണ്ട് ഞാൻ ഇങ്ങനെ ആക്കിയതേ ഉള്ളൂ. ചേച്ചി ഈ ഒരു സമയത്ത് അതൊക്കെ ചെയ്യേണ്ട അവസ്ഥ വരും. ആൻറ്റി എന്നെപ്പറ്റി മോശമൊന്നും കരുതരുത്. എനിക്ക് ഇങ്ങനെ ഓരോരുത്തർ വന്ന് ഇങ്ങനെ ചോദിക്കുന്നത് തീരെ ഇഷ്ടമല്ല. ശരി കിട്ടിയില്ലേ, മതിയില്ലേ? എന്നാൽ ശരി നമ്മൾ പോട്ടെ. ആൻറ്റി വീട്ടിലങ്ങനെയാണെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ പറയാൻ ഇവിടെ വീട്ടിലായിരുന്നു. പക്ഷേ കല്യാണത്തിൻ്റെ ആയതുകൊണ്ടാണ് ഒന്നും മിണ്ടാൻ പറ്റാത്തത്. പിന്നെ എപ്പോഴെങ്കിലും കാണാൻ. ശരി അമ്മ ഒന്ന് വേഗം വരുന്നുണ്ടോ? ഇവരൊക്കെ സംസാരിച്ച് നിന്നതിന് സമയം പോവില്ല, ബോറടി ആയാലേ തന്നെ. അമ്മൻ്റെ ഫ്രണ്ട്സ് അടുത്ത് ഹായ് ഹായ് ഹായ്. നമ്മൾ പോവാൻ നിൽക്കണേ. ശരി നന്നാട്ടെ നന്നാട്ടെ. അമ്മ നിൽക്കുന്നുണ്ട്, ദേഷ്യം വരുന്നുണ്ട്. ശരി ആൻറ്റി നമ്മൾ പോട്ടെ, സമയം ഒരുപാട് വൈകി, എനിക്ക് കുറേ പിടിക്കാൻ കിട്ടും. See you later.